നിങ്ങളൊരു സംരംഭം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം നിങ്ങൾക്കൊരു വലിയൊരു മുതൽ മുടക്കില്ലാതെ ചെറിയൊരു തുകയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വേൾഡിലേക്ക് ഒരു കിക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ ബിഗിനിങ് കിട്ടാനായിട്ട് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സ്പെഷ്യൽ പാക്കേജ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഒന്നാമതായിട്ട് വരുന്ന പ്രോഡക്റ്റ് വാട്സ്ആപ്പ് ബൾക്ക് സെൻഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതാണ് വാട്സ്ആപ്പ് ബൾക്ക് സെൻഡിംഗ് സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് വരുന്നത്. വളരെ സിമ്പിൾ ആണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഏതൊരു സാധാരണ വ്യക്തിക്കും ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ ബൾക്കായിട്ട് ഒറ്റ ക്ലിക്ക് ഒരുപാട് ആൾക്കാർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ നിരവധി ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇതിൽ നമുക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് നമ്പേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. അത് അഡ്മിനുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ പോലും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ചാറ്റ് ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം, കോൺടാക്ട് ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് നമ്പേഴ്സ് ഫിൽറ്റർ ചെയ്യാനുള്ള ടൂൾ വരുന്നുണ്ട്. നമുക്ക് ബൾക്കായിട്ട് നമ്പേഴ്സ് ഫോണിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം 12ഓളം ഫീച്ചേഴ്സ് വരുന്ന ഒരു ബൾക്ക് സെൻഡിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ പാക്കേജിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്സ്ആപ്പ് ബൾക്ക് സെൻഡിംഗ് സോഫ്റ്റ്വെയറിന്റെ ഒന്നും ഫീച്ചേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം അത് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ് വാട്സ്ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ബിസിനസ്സിന് ഒരുപാട് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. അടുത്ത് ക്യാൻവയുടെ പ്രീമിയം വേർഷൻ ആണ് നമ്മൾ ഈ പാക്കേജിനൊപ്പം ലഭിക്കുന്നത്. ക്യാൻവ എന്ന് പറയുന്നത് പല ആൾക്കാർക്കും അറിയായിരിക്കും. നമുക്ക് ഗ്രാഫിക് ഡിസൈനും വർക്കുകളൊക്കെ ഒരു ഡിസൈനിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ക്യാൻവ എന്ന് പറയുന്നത്. മൊബൈൽ യൂസ് ചെയ്തോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് എനിക്കൊന്ന് ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാർ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാൻവ ആയിരിക്കും. കാരണം ഒരുപാട് പൈസ നമുക്ക് അതുവഴി ലാഭിക്കാനായിട്ട് സാധിക്കും. ഒരു ഡിസൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈനിങ് ചെയ്യിപ്പിക്കാൻ ഡിസൈൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുതലാവുന്ന ഒരുപാട് തുക നമുക്ക് ഇത്തരത്തിൽ സേവ് ചെയ്യാനും സാധിക്കും. നമുക്ക് ഡിജിറ്റലി ഈ പറഞ്ഞ പോലെയുള്ള ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ക്യാൻവ എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സുകാരും കരുതിയിരിക്കേണ്ട അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ്. ഇതിന്റെ പ്രീമിയം വേർഷൻ ഡയറക്റ്റ് എടുക്കുമ്പോൾ വലിയൊരു തുകയാവും. ഏകദേശം മാസം 500 രൂപ വെച്ച് ചാർജ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4000-5000 രൂപ ചാർജ് വരും. അത് നമ്മൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ 490 മെമ്പേഴ്സിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയും മെമ്പേഴ്സ് നമ്മൾ ഈ ഒരൊറ്റ ടീമിൽ മാക്രോ എന്നുള്ള ഈ ഒറ്റ ടീമിലുണ്ട്. ടീം ബേസ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ക്യാൻവയിലുള്ള എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും പ്രോ ഫീച്ചേഴ്സും ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ബിസിനസ് നമുക്കൊരു 10 ഇരട്ടിയെങ്കിലും നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത് പേഴ്സണലി നമുക്ക് എക്സ്പീരിയൻസിനോടെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ എല്ലാ ബിസിനസ്സുകളും നമ്മൾ ഓട്ടോമേഷനും മാർക്കറ്റിംഗും എല്ലാം ചെയ്യുന്ന വാട്സ്ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് CRMന്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് എല്ലാ ബിസിനസ്സിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് ഒന്നാമത്തെ ഫീച്ചർ വരുന്നത് നമുക്ക് ബൾക്കായിട്ട് ഇൻഡിവിജ്വൽ മെസ്സേജ് അയക്കാൻ പറ്റും. അതിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ വാട്സ്ആപ്പ് വെബ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ CRM ഇവിടെ വരും. അതായത് CRMന്റെ എല്ലാ ടൂൾസും നമുക്ക് ടോപ്പിൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ വാട്സ്ആപ്പ് ചാറ്റിൽ ലിസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ഈ ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ബൾക്കായിട്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനാണ്. ഇതിൽ ഇൻഡിവിജ്വൽ മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്കാണ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാം. അത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഗ്രൂപ്പ് നമുക്ക് ലിസ്റ്റ് വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് സെൻഡ് ചെയ്ത് മാറ്റർ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മെസ്സേജ് ടൈപ്പ് നോക്കി കഴിഞ്ഞാൽ ഡോക്യുമെന്റ്, ഇമേജ്, ഓഡിയോ എല്ലാം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് അയക്കാനായിട്ട് പറ്റും. അത് കൂടാതെ ഇതിൽ ആയിട്ടുള്ള ഫീച്ചർ വേരിയബിൾസ്, അതായത് കസ്റ്റമറുടെ പേര് ഉൾപ്പെടെ നമുക്ക് അയക്കാം. അതായത് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സിൽ അവർ വാട്സപ്പിൽ എന്താണ് പേര് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് സേവ് ചെയ്തേക്കുന്നത് ആ പേരിൽ കസ്റ്റമേഴ്സിന് മെസ്സേജ് ഉണ്ടാവും. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മുടെ മെസ്സേജ് റീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ ബിസിനസ് കൂടുതൽ ആൾക്കാർ വായിച്ചു നോക്കാനും അല്ലെങ്കിൽ നമ്മുടെ മാറ്റർ വായിക്കാനും അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ലേബൽ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഗ്രൂപ്പ്, 1-to-1 ബിസിനസ്, ഒഫീഷ്യൽ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ടാബ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ടെംപ്ലേറ്റ്, നമ്മൾ സ്ഥിരമായിട്ട് അയക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ടെംപ്ലേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മുടെ സമയം നമ്മൾ വെറുതെ പാഴാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഓട്ടോമേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ടൂളാണ് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കീവേഡ് ഒരു കസ്റ്റമർ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു ഗുണം, ഒരു 10 പേര് എടുക്കുന്ന വർക്ക് നമുക്ക് ഈ പറഞ്ഞ ഒരാളെ കൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് CRM യൂസ് ചെയ്ത്, കാരണം
ഇതേപോലെയുള്ള കോമൺ മെസ്സേജസ് എല്ലാം റിപ്ലൈ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ മാനുവലി ഫോർവേഡ് ചെയ്യുകയോ മെസ്സേജ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. പിന്നെ അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിന് റിമൈൻഡേഴ്സും കാര്യങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സമയമാകുമ്പോൾ കസ്റ്റമേഴ്സിന് മെസ്സേജ് സെൻഡ് ആയിക്കോളും. അത് വേറൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. അതുപോലെ നമുക്ക് റിമൈൻഡേഴ്സും നോട്ടും ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് എഴുതി വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് കസ്റ്റമേഴ്സിന് ഇന്ന ദിവസം ഫോളോ അപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു നോട്ടായിട്ടോ അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് ആയിട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ CRM വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്ന ദിവസം ഇന്നാളെ ചെയ്യണം എന്നുള്ള അല്ലെ ആ സമയമാകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും വാട്സപ്പിൽ. ഇതേപോലെ നമുക്ക് നമ്മുടെ ഡേറ്റാബേസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ നമ്പേഴ്സ്, ബ്രോഡ്കാസ്റ്റിലുള്ള ആൾക്കാരുടെ ഡേറ്റ, ലേബൽ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് എല്ലാം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എക്സൽ ആക്കി മാറ്റാനുള്ള ഫെസിലിറ്റീസും ഇതിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു CRM സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ ഒരു ഓഫർ പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് എല്ലാ ആൾക്കാർക്കും വാട്സപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു CRM സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ കൂടെ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബോണസ് പ്രോഡക്റ്റുകളും. ഇൻവോയ്സ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ ഒരു 1-2 മിനിറ്റിൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിൽ ആദ്യം ന്യൂ ഇൻവോയ്സ് എന്നുള്ള ഇതാണ് സോഫ്റ്റ്വെയർ ഇന്റർഫേസ്. ഇതിൽ ന്യൂ ഇൻവോയ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിലാദ്യം നമുക്ക് ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും കൊടുക്കാം. രണ്ട് സെയിം ആണെങ്കിൽ ഒരു അഡ്രസ്സ് കൊടുത്താൽ മതി. ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് അഡ്രസ്സുകൾ ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഓപ്പൺ ചെയ്തതിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരാളുടെ ഒരു ഐക്കൺ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഷിപ്പിംഗ് അഡ്രസ് ആണ്. ഷിപ്പിംഗ് അഡ്രസ്സ് നമുക്ക് എന്താണോ അഡ്രസ്സ് കൊടുക്കേണ്ട അഡ്രസ്സ് കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ സാമ്പിൾ ആയതുകൊണ്ട് ജസ്റ്റ് സാമ്പിൾ എന്ന് കൊടുക്കുവാണ്. നമുക്ക് അതിൽ ടാക്സ് നമ്പർ, കാറ്റഗറി, അഡ്രസ്സ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. മൊബൈൽ നമ്പർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സാമ്പിൾ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. എന്നിട്ട് സേവ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ നമ്പേഴ്സ് കൊടുക്കാം, ഇൻവോയ്സ് ഡേറ്റ്, ഡ്യൂ ഡേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ആഡ് ഐറ്റം. ഓൾറെഡി നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ഐറ്റം എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയ ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്കിവിടെ നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ലിസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ ഇമേജ് ആഡ് ചെയ്യണം, ഇമേജ് ആഡ് ചെയ്യാം. പ്രോഡക്റ്റിന്റെ പേര് കൊടുക്കുക. സാമ്പിൾ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പം സാമ്പിൾ പ്രോഡക്റ്റ്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. കാറ്റഗറി സെലക്ട് ചെയ്യണം, കാറ്റഗറി സെലക്ട് ചെയ്യാം. എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. പ്രൈസും നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ കൊടുത്ത സാമ്പിൾ പ്രോഡക്റ്റ് ആണ്. സാമ്പിൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ഇവിടെ വന്നു. ഇനി ഡിസ്കൗണ്ട് ആഡ് ചെയ്യണം. നമുക്ക് ഡിസ്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിസ്കൗണ്ട് എത്രയാണ് ആഡ് ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പെയ്ഡ് ആണെങ്കിൽ കംപ്ലീറ്റ് പെയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് കൊടുക്കാം. എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്ത ശേഷം ഈ പ്രിവ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവോയ്സ് റെഡി. പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രിവ്യൂ കാണാനായിട്ട് പറ്റും. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇൻവോയ്സ് റെഡി. ഇതിന് ഒരുപാട് 3-4 ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതിൽ ഡിഫറെന്റ് ടെംപ്ലേറ്റുകൾ നമുക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രോഡക്റ്റിൽ കാര്യങ്ങളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ കാറ്റഗറി ഉണ്ടെങ്കിൽ കാറ്റഗറി അങ്ങനെ നമുക്ക് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതും ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മുടെ പർച്ചേസിംഗിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വേണം ആഡ് ചെയ്ത് വെക്കാം. അതുപോലെ എക്സ്പെൻസ് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. ഇതിന്റെ എല്ലാം റിപ്പോർട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ്, ഒരു ബേസിക് ആയിട്ടൊരു സ്മോൾ സ്കെയിൽ ബിസിനസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈ ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം, ഇൻവോയ്സ്, റെസിപ്റ്റ് എല്ലാം നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തിട്ട് കോൺഫിഗർ എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൽ നമ്മുടെ അഡ്രസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ലോഗോ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ലോഗോ ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അതിൽ വരുന്നതാണ്. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് വേണ്ടി കൊടുക്കാം, പേയ്മെന്റ് മെത്തേഡ്, ഇതൊക്കെ നമുക്ക് ഇവിടെ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതെല്ലാം നമ്മുടെ ഇൻവോയ്സ് ഡീറ്റെയിൽസിലേക്ക് ഓട്ടോമാറ്റിക്കലി വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്, ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. എല്ലാ ബിസിനസ്സിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് ജനറേറ്റ് ചെയ്ത് കസ്റ്റമർ കൊടുക്കാന്നാണ്. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഇൻവോയ്സ് സോഫ്റ്റ്വെയർ. താങ്ക് യു.
ഫേസ്ബുക്കിൽ നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫേസ്ബുക്ക് ഓട്ടോ പോസ്റ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ടെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ടെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കണ്ടന്റ് കൊടുക്കാം, ലിങ്ക് ഉണ്ട് ലിങ്ക് കൊടുക്കാം, ഫോട്ടോ ഉണ്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഓരോ പോസ്റ്റ് കഴിഞ്ഞ് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് അടുത്ത പോസ്റ്റ് സെറ്റ് ചെയ്യേണ്ടതെന്ന് മിനിമം മാക്സിമം ടൈം ഇവിടെ സെക്കൻഡ്സ് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഗ്രൂപ്പ്, നമ്മൾ മെമ്പർ ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഗ്രൂപ്പ് ലിങ്ക് ജസ്റ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോസ്റ്റ് ആ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ മാറ്റർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ആവും. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സാധാരണഗതിയിൽ ഓരോ ഗ്രൂപ്പ് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം കൂടെ പറഞ്ഞുതരാം. ഫേസ്ബുക്ക് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർഗാനിക്കലി, അതായത് ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ഈ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു വർക്ക് ആയതുകൊണ്ട് പലരും ഇത് ചെയ്യാറില്ല. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെയിലി ബേസിസിൽ നമുക്ക് നമ്മുടെ പരസ്യങ്ങൾ നമുക്ക് ഇതുപോലുള്ള പബ്ലിക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ പോസ്റ്റ് ചെയ്ത് നമുക്ക് ഓർഗാനിക്കലി ലീഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പൈസയൊന്നും മുടക്കാതെ ലീഡ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ കൂടിയാണ് ഫേസ്ബുക്ക് ഓട്ടോ പോസ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ടന്റുകൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർഗാനിക്കലി ലീഡ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പേജിന്റെ URL എടുക്കുക, നമ്മുടെ എക്സ്റ്റൻഷൻ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പോയിട്ട് ആ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അവരുടെ ഫോളോവേഴ്സ് ആണോ ഫോളോയിങ് ആണോ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് എക്സ്ട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ആ യൂസേഴ്സിന്റെ ഇമെയിൽ ID, നമ്പേഴ്സ് പബ്ലിക് ആണെങ്കിൽ നമ്പേഴ്സ് ഉൾപ്പെടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഇത് നമുക്ക് എക്സലാക്കി ഡൗൺലോഡ് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്നത് വാട്സപ്പ് നമ്പേഴ്സ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ ആ ഡാറ്റാബേസിൽ എല്ലാ വാട്സപ്പിലെയും നമ്പേഴ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിൽ റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവും, തെറ്റായിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഡാറ്റാബേസിൽ നിന്ന് നമ്പേഴ്സ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഉള്ളത് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് ഫിൽട്ടർ എടുക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ബൾക്ക് സെൻഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫിൽട്ടർ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ഫെയിൽഡ് വരും. ഒരുപാട് ഫെയിൽഡ് വരുന്നത് നമ്മുടെ നമ്പറിന് അത്ര നല്ലതല്ല. അപ്പോൾ ഫെയിൽഡ് വരാതെ വാട്സപ്പ് ഉള്ള നമ്പേഴ്സ് മാത്രം എടുത്തിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ബൾക്ക് സെൻറ്ററിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ നമ്പറിന് എപ്പോഴും നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. അതിനാണ് നമ്മൾ വാട്സപ്പ് ഫിൽട്ടർ ആൻഡ് എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് WDefender എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ബൾക്ക് സെൻഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ നമ്പറിന് സ്ട്രെങ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ബൾക്ക് സെൻഡിങ് എത്രമാത്രം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ നമ്പറിന് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരുന്ന, അതിന് സജഷൻസ് തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ബൾക്ക് സെൻഡിങ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ടൂൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൂളായിരിക്കും. ഇതിൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് ജസ്റ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം സ്കാൻ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നമ്മുടെ നമ്പറിന് ടോട്ടൽ നമ്പർ ഓഫ് ചാറ്റ്, എത്ര പേര് ഇൻട്രസ്റ്റഡ് കോൺടാക്റ്റ് ഉണ്ട്, കോൺടാക്ട് ലിസ്റ്റ് കൗണ്ട്, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, അതിൻ്റെ ആക്ടിവിറ്റി, അക്കൗണ്ട് ഓൾനെസ്, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നമുക്ക് അതിൽ സജഷൻസ് ഉൾപ്പെടെ കിട്ടും. അതായത് നമ്മുടെ നമ്പറിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ, അതായത് നമ്പറിന് ഇതുപോലെ ബ്ലോക്കിംഗ് ഇഷ്യൂസോ ബാനിങ് ഇഷ്യൂസോ ഒന്നും വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ സജഷൻസ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ കിട്ടും. ഇത് ബൾക്ക് സെൻഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. മറ്റു വരുന്നത് സോഷ്യൽ മീഡിയ ബൂസ്റ്റർ ആണ്. ഈ സോഷ്യൽ മീഡിയ ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോളോവേഴ്സിനൊക്കെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു പാനലാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും വളരെ ചീപ്പ് റേറ്റിൽ. അത് ഏജൻസികൾ യൂസ് ചെയ്യുന്ന പാനൽ ആക്ച്വലി. അപ്പോൾ ഏജൻസികൾ യൂസ് ചെയ്യുന്ന പാനൽ നമ്മൾ ഈ പാക്കേജ് ശരിക്കും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഗൂഗിൾ മാപ്പ് ഡാറ്റ എക്സ്ട്രാക്ടർ വരുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ഡാറ്റ എക്സ്ട്രാക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൂഗിൾ മാപ്പ് ഡാറ്റ എക്സ്ട്രാക്ടറിന്റെ ഇന്റർഫേസ് വരുന്നത്. ഇതിൽ നമ്മൾ ഈ കീവേഡ് എന്നുള്ള സെക്ഷനിൽ എന്തെങ്കിലും ഒരു കീവേഡ് കൊടുക്കുക. നമുക്കിപ്പോൾ എന്താ കാറ്റഗറിയാണ്, ഇപ്പം ഉദാഹരണം നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഡാറ്റ വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും മൊബൈൽ ഷോപ്പിന്റെ ഡാറ്റ ആണ് വേണ്ടെങ്കിൽ മൊബൈൽ ഷോപ്പിന്റെ ഡാറ്റ കൊടുക്കുക. മൊബൈൽ ഷോപ്പിന്റെ കീവേഡ്, മൊബൈൽ ഷോപ്പ് എന്നുള്ള കീവേഡ് ഇവിടെ കൊടുക്കാം. അതുപോലെ ലൊക്കേഷൻ കൊടുക്കാം. നമുക്ക് ഏത് കാറ്റഗറി, ഏത് ലൊക്കേഷനിലുള്ള ഡാറ്റയാണോ വേണ്ടതെന്നുള്ള ലൊക്കേഷൻ ഇവിടെ കൊടുക്കുക. നമുക്ക്
ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ലൊക്കേഷൻസ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വേണമെന്നുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്ഥലങ്ങളും ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് അത് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് എക്സ്ട്രാക്ടിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് തരും. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ സ്റ്റോപ്പ് എക്സ്ട്രാക്ട് എന്നുള്ള സ്ഥലത്ത് കംപ്ലീറ്റഡ് എന്നുള്ള ഓപ്ഷൻ വരും. ഇതുപോലെ നമുക്ക് ഡാറ്റാസ് കിട്ടും. ഇത് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ ഡൗൺലോഡിംഗ് എന്നുള്ള ബട്ടൺ ഇനേബിൾ ആവും. ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റാസിലേക്ക് എക്സൽ ആയിട്ട് ഡാറ്റ കിട്ടും. അതിലേക്ക് നമുക്ക് ടെലികോളിംഗോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മാർക്കറ്റിംഗോ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് B2B ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ, ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. അടുത്ത ടെലിഗ്രാം എക്സ്ട്രാക്ട് ആണ്. ഇതാണ് ടെലിഗ്രാം എക്സ്ട്രാക്ടറിന്റെ സോഫ്റ്റ്വെയർ വരുന്നത്. ഇതിന്റെയൊക്കെ എങ്ങനെയാണ് വർക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതിൽ നമുക്ക് ഗ്രൂപ്പുകളിൽ നമുക്ക് നമ്പേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാനും ബൾക്കായിട്ട് വാട്സ്ആപ്പ് ബൾക്കായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ടെലിഗ്രാമിൽ ബൾക്കായിട്ട് മെസ്സേജ് അയക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ടെലിഗ്രാം എക്സ്ട്രാക്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ HR ബിസിനസ് ടൂൾ കിറ്റ് ആണ്. HR ബിസിനസ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസി എഗ്രിമെന്റ്, പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എഗ്രിമെന്റ് ഫോമുകൾ PDF ഫയൽസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അത് എഡിറ്റ് ചെയ്യാൻ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം പലതരത്തിലുള്ള, അതുപോലെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, PPTs, ഇമെയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡോക്യുമെന്റ് ഫയൽസ് ആണ് ഈ HR ബിസിനസ് ടൂൾ കിറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുക. അടുത്ത ഗ്രാഫിക് ഡിസൈനിങ് ബണ്ടിലാണ്. ഗ്രാഫിക് ഡിസൈനിങ് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ്, ആഫ്റ്റർ എഫക്റ്റ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ എഡിറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ഇതിൽ ഒരുപാട് സോഫ്റ്റ്വെയർസിന്റെ ഫോട്ടോഷോപ്പ് ഉണ്ട്, കോറൽ ഡ്രോ ഉണ്ട്, ഫ്ലയേഴ്സ്, പോസ്റ്റേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഡിസൈൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഡ്രൈവ് ലിങ്കിലായിരിക്കും. ഇത് ക്ലിക്ക് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് PDF ആയിട്ടായിരിക്കും ഇത് ഷെയർ ചെയ്യുക. അതിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റീൽസ് ബണ്ടിൽ വരുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള ഒരുപാട് റീൽസ് വീഡിയോസ് ആണ്. അത് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നുമല്ല. നമ്മുടെ സോഷ്യൽ മീഡിയസിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് റീൽസ് ബണ്ടിൽ വരുന്നത്. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ 8000+ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്ക്സ്. ഇതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക്സ് കാണാനായിട്ട് പറ്റും. ഇത് കോപ്പി ചെയ്തിട്ട് വാട്സ്ആപ്പ് ഏതെങ്കിലും ഒരു ചാറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ആക്റ്റീവ് ആവും. അതിൽ നമുക്ക് ജോയിൻ ചെയ്യാനോ എക്സ്ട്രാക്ട് ചെയ്യാനോ മെസ്സേജ് അയക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അടുത്ത നമ്മുടെ 14ാമത്തെ പ്രോഡക്റ്റ് വരുന്നത് ട്രേഡിംഗ് ഇ-ബുക്സ് ആണ്. ലോകം പ്രശസ്തമായിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള 15 ട്രേഡിംഗ് ഇ-ബുക്കുകൾ, അതിന്റെ PDF ഫയൽസ് ആണ് നമ്മൾ ഈ പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ടോട്ടൽ 14 പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ പാക്കേജിൽ വരുന്നത്. ഇതിൽ പല പ്രോഡക്റ്റുകളും നിങ്ങളുടെ ബിസിനസ്സിന് പലതരത്തിൽ മാർക്കറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പുറത്തുനിന്ന് ഇതൊക്കെ സെപ്പറേറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ തുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവും. കാരണം അത്രയും വർത്തായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബിസിനസ് ഡിജിറ്റലി വളർത്തണം ആഗ്രഹിക്കുന്ന ഒരുപാട് സംരംഭകരുണ്ടായിരിക്കും, അതിന് സാധിക്കാത്ത ഒരുപാട് സംരംഭകരുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും ഏകദേശം 80% സംരംഭകരും ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇത്രയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെവലപ്പ് ആയ ഒരു കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ സംരംഭത്തിനെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വളർത്താൻ നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരം നമ്മൾ കൺമുമ്പിലുണ്ടായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ബിസിനസ്സിൽ. ബിസിനസ്സിന് മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. വേറെ ഏത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡുകൾ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏത് ചെറിയ ബിസിനസ്സുകളാണെങ്കിൽ പോലും, ഏത് സ്മോൾ സ്കെയിലുള്ളതാണെങ്കിലും മീഡിയം ആണെങ്കിലും ലാർജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ചില്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും ബിസിനസ്സുകൾ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതിൽ ഒരു വലിയൊരു തുക സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ മാർക്കറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും ടൂൾസും കോഴ്സസും ആണ് നമ്മൾ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് തരുന്നത്. ഈ പാക്കേജ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം നമ്മളെ ബന്ധപ്പെടാം. കാരണം നമ്മളൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയിട്ട്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാക്കേജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇതിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ബിസിനസ്സിൽ പേഴ്സണലി നമ്മൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊരു പാക്കേജ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാ ബിസിനസ്സുകാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക, ബിസിനസ്സുകൾ ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക് യു.